ഒരു ചായ. എടാ നാട് മുഴുവൻ നിരങ്ങി ഉണ്ടാക്കണ പൈസ നീ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ടാളുന്നത്? വെറുതെ കൊണ്ടിട്ടാളില്ല, ചിലപ്പോ കിട്ടും ചെയ്യും. കുഞ്ഞാലിക്കൊക്കെ അതിന്റെ രസം അറിയണെങ്കിലേ നിങ്ങൾ വന്നൊന്ന് കെട്ടി വെക്കും. 1 വെച്ചാൽ 5 കിട്ടും, ചിലപ്പോ 10 കിട്ടും. ഞമ്മക്കാ കായ് വേണ്ട. ആ ഞമ്മക്ക് കാര്യണ്ട്, നമ്മളെ കച്ചവടം നടക്കുമല്ലോ. ഒരു ബന്നും കൂടെ. ഇപ്പൊ എത്രയായി? 4. അല്ലോ, എവിടെയാണോ ഈ മയ്യത്ത് കെട്ടിലുണ്ട് വെച്ച് കുറച്ച് അരിക്കേക്ക് വെച്ചൂടെ? എന്താ ഈ നോക്കി പഠിപ്പിക്ക? अच्छा वॉच है, ओरिजिनल वॉच नहीं चाहिए। मेड इन जापान। मेरा को नहीं चाहिए। मेड इन जर्मनी। जा नहीं। मेड इन स्विट्जरलैंड। जाना। मेड इन ഞെളിയമ്പറമ്പ്. जाना। എടാ എന്റെയൊക്കെ ബാപ്പ കെട്ടാനായിക്കടാ മതി. ഒരു പെണ്ണും കൂടെ. ഒരു പെണ്ണും കൂടെ. 6 റുപ്യ 45 പൈസ. ഇനി എന്താ വേണോ? എന്റെ പൈസ എടുക്ക്. പൈസ ഇല്ല. പിന്നെ പൈസ ഇല്ലാണ്ട് അടിച്ച് വായിലെ പല്ലു വയ്ക്കും ഞാന്. എടാ അതെ എന്തേ വിളിക്കണോ നമ്മളെ ആളുകളെ? എന്തേ പിടിച്ചു കെട്ടി കയ്യും കാലും ഓടിക്കണം. എന്നിട്ട് പൈസ ഇല്ല എന്നെ. എന്ത് വേണേലും എന്നെ ചെയ്തോളൂ, പട്ടിണി കിടക്കുന്നതിലും ഭേദമല്ലേ അത്. എടാ ഹമുക്കേ, അതിന്റെ ഒടുക്കത്തെ തീറ്റി കണ്ടപ്പോ ഞമ്മക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാലും പട്ടാപ്പകൽ ഇങ്ങനെ ഒരുത്തം വന്ന് പറ്റിക്കൊന്നും ഞമ്മള് കരുതിയില്ല. എടാ ഹമുക്കേ, എടാ ഹമുക്കേ, എടാ ഉളുപ്പില്ലാണ്ട് വാങ്ങി നക്കിയിട്ട് എന്തിനടാ ആ പാവപ്പെട്ട കുഞ്ഞാലിക്കാക്കൻ ഇടങ്ങാറാക്കണേ? എടാ ഇവിടെ എത്ര വലിയ വലിയ ഹോട്ടലുണ്ട്, അവിടെ കയറി നെയ്ച്ചോറോ ബിരിയാണിയോ കോഴി പൊരിച്ചതോ പൊറോട്ടയോ എന്ത് വേണേ നക്കിക്കൂടാ. ആ പൂജായില്ലേ ഇങ്ങോട്ട് കൊണ്ടായി. അവിടെയുള്ളവരുടെ ഭാഷ എനിക്കറിയില്ലല്ലോ. ഇദ്ദേഹത്തോട് സങ്കടം പറഞ്ഞ ഒരു മലയാളി ആയതുകൊണ്ട്. മലയാളി ആ പേരും പറഞ്ഞ് നാട് നാറ്റിക്കാൻ വരുന്നവരാ കാട്ട് കള്ളന്മാര്. പെട്ടിയും വട്ടിയും കുറച്ചക്കായിട്ട് കയറി വരും, ആ പെട്ടിയും കെടുക്കും. ആ പെട്ടിയിലൊന്നുമില്ല, എന്റെ മുഷിഞ്ഞ ഒരു മുണ്ട് ഷർട്ടേ ഉള്ളൂ. ആ അത് മേശ നടക്കാനും വിളക്കി തിരിടാനും പറ്റും. പഴയ തകരത്തിനും കിട്ടും കായ്. ആ നടക്ക്. ആ വണ്ടി അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട. തോൽപ്പിക്കാനൊന്നുമല്ല, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ അന്ന് നിങ്ങളുടെ കാശ് ഞാൻ തരും. വിസായം പറഞ്ഞേക്കാണ് നടന്നോ, അല്ലെങ്കിൽ ഒരു തടി വടക്കാവൂ. ആ ഞമ്മക്ക് വേറെ പണിയുണ്ട്. എന്റെ ഇങ്ങോട്ട് വാടോ. ആ കാലോ കാലോ പുറമെ ചാടിക്കളിക്കെങ്കിലും കുഞ്ഞാലിക്കിന്റെ ഉള്ളു നല്ലതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്ന് അലഞ്ഞു നടന്ന കാലത്ത് നമ്മൾ സഹായിച്ച ആളാണ്. പിന്നെ തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതി, വിടണ്ട, വൈതാല് കൂടിക്കോളി കേട്ടാ.